KSFE-യുടെ ഒരു പരിപാടിയായി ബന്ധപ്പെട്ട കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് കേരളത്തിൽ വളരെ പ്രശസ്തമാണ്. നിങ്ങൾക്കെല്ലാം നിങ്ങളെ പത്രപ്രവർത്തകർ എന്ന നിലയിൽ ഇവിടെ പ്രവർത്തിക്കുമ്പോഴും നാട്ടിൽ KSFE ആയി ബന്ധപ്പെട്ടിട്ടുള്ളവരായിരിക്കും ധാരാളം ആളുകൾ. അപ്പോൾ KSFE-യുടെ പ്രവാസി ചിട്ടി എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതിയുണ്ട്. അത് കുറച്ചുകൂടി ജനങ്ങളിലേക്ക്, നമ്മുടെ ആളുകൾക്ക് എത്തിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളത് KSFE ടീമാണ്. അപ്പം KSFE-യുടെ ചെയർമാൻ ശ്രീ K. വരദരാജൻ, MD ശ്രീ സനിൽ, ഡോക്ടർ സനിൽ, KSFE-യുടെ ബോർഡ് മെമ്പറാണ് അഡ്വക്കേറ്റ് MC രാഘവൻ, KSFE ഉദ്യോഗസ്ഥന്മാർ മറ്റുള്ളവരുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൗദിയിൽ ഒരു ദിവസം ദമാം കഴിഞ്ഞു, റിയാദ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ജദ്ദ, പിന്നീട് ഈ ടീം മിക്കവാറും GCC മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം പോകും. അടുത്ത ദിവസം ഇവിടുന്ന് ഖത്തർ പോയി, കുവൈറ്റ്, ബഹ്റിൻ, അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ ഓരോ ദിവസം പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടീമിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായും ഞാൻ അതിൻ്റെ എല്ലാ ദിവസവും ഉണ്ടാവില്ല. കാരണം ഇടയ്ക്ക് ഇപ്പോൾ അസംബ്ലി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളാണ്. സൗദിയിൽ എന്തായാലും നമ്മളെല്ലാവരും കൂടി വേണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ KSFE എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രൊഡക്റ്റ്, ഒരു സാമ്പത്തിക രംഗത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ചിട്ടി. ചിട്ടിയുടെ പ്രത്യേകത സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക, വളർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഒരു നിക്ഷേപം മാസം തോറും ഈ ചിട്ടിയിലേക്ക് പോവുകയും അതൊരുമിച്ച് നമുക്കൊരു ആവശ്യത്തിന് കിട്ടും. ഇനി ഏതെങ്കിലും ആവശ്യത്തിന് ചിട്ടി പിടിക്കുക എന്ന് പറയുന്നത് മുൻകൂട്ടി ചിട്ടി പിടിക്കാൻ പറ്റും. ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് എടുത്തിട്ട് പിന്നെ പൈസ അടയ്ക്കുക. ഇതാണല്ലോ ചിട്ടിയുടെ പ്രത്യേകത. ലോൺ എടുക്കുന്ന പോലല്ല, എന്നാൽ ലോണിൻ്റെ ഗുണമുണ്ട്. നമ്മൾ ചിട്ടിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പലിശയ്ക്കൊന്നും കൊടുക്കുന്നില്ല, പലിശയുടെ പ്രശ്നമില്ല. പക്ഷേ പൊതുവിൽ അതിൻ്റെ ഒരു ബിസിനസ് എന്ന നിലയിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ് കൂടി ആൾക്ക് കിട്ടും. ഇതാണ് ചിട്ടി. KSFE ചിട്ടിയുടെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിട്ടി നടത്തുന്ന സ്ഥാപനമാണ്. ലോകത്ത് തന്നെ ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചിട്ടി സമ്പ്രദായം ഉള്ള വേറൊരു സ്ഥാപനം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ലോകത്തെ എല്ലാ കാര്യങ്ങളുടെയും എൻ്റെ കയ്യിലുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് ചിട്ടി ഇത്രയും നമ്പർ ചിട്ടി നടത്തുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ്, കുടുംബങ്ങളാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പങ്കാളികളാവുന്നത്. അതിൻ്റെ ഭാഗമായി KSFE എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഏകദേശം 87,000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഒരു പ്രസ്ഥാനം. 87,000 കോടി രൂപയാണ് അതിൻ്റെ ആകെ ഒരു വർഷത്തെ വാർഷികമായ ബിസിനസ്. ദശലക്ഷം കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല പോലെ ജീവനക്കാരും സമ്പ്രദായങ്ങളും ഉള്ള ഏജന്റുമാരും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. പ്രധാനം ചിട്ടിയാണെങ്കിലും മറ്റു പല മേഖലയിലുള്ള ഹൗസിംഗ് ലോണിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ വളരെ ചാർജ് കുറച്ച് ഈ സ്വർണ്ണ പണയടക്കം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പലതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഈ പ്രവാസി ചിട്ടി. അത് തുടങ്ങിയത് 2018-ലാണ്. പ്രവാസി ചിട്ടി നമ്മുടെ നാട്ടിലെ പ്രവാസികളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇത്രയേറെ ആളുകൾ ലോകത്ത് എല്ലായിടത്തുള്ള പ്രവാസി സമൂഹമുള്ള വേറൊരു കമ്പനി, ഒരു സംസ്ഥാനമില്ല. ഈ മലയാളികളുള്ളിടത്ത് തന്നെ അവർക്ക് ചിട്ടിയെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് തന്നെ ചിട്ടി കമ്പനി ഏറ്റവും നന്നായിട്ടുള്ള കേരളത്തിലെ KSFE ആയിട്ട് സഹകരിച്ച് ചിട്ടിയാണ് അവർക്ക് ആഗ്രഹമുണ്ട്. കാരണം ഈ ചിട്ടിയുടെ പേരിൽ ആളുകളെ ചേർത്തിട്ട് തട്ടിച്ചുകൊണ്ട് പോകുന്ന സംഭവങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. ഇന്ത്യക്കകത്താണ് കൂടുതൽ, പുറത്ത് അത്രയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ KSFE ചിട്ടിയുടെ പ്രത്യേകത, KSFE ഗ്യാരണ്ടി, ഗവൺമെൻറ് 100% ഗവൺമെൻറ് കമ്പനിയാണ്. ഗവൺമെൻറ് ഗ്യാരണ്ടി ഉണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് അവർ വർഷത്തിലൊരിക്കൽ, ചിലപ്പോൾ 2 വർഷത്തിലൊരിക്കൽ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ്. അവർക്ക് ഈ ചിട്ടി എങ്ങനെ ചേരാൻ പറ്റും? പ്രവാസികൾ 2 തരത്തിലുണ്ട്. കേരളത്തിനകത്ത് എന്ന് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ചിട്ടി ചേരുന്ന ആളുകളുണ്ട്, പ്രവാസികളുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഉള്ള ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ചേരാൻ വേണ്ടി പ്രവാസി ചിട്ടി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ആരംഭിച്ചു. ഇപ്പം 121 രാജ്യങ്ങളിൽ നിന്ന് ഈ ചിട്ടി ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. 121 രാജ്യങ്ങളിൽ നിന്ന്. മലയാളി എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഈ ചിട്ടി ചേരുമ്പോൾ ഈ ചിട്ടിയുടെ കാര്യം എല്ലായിടത്തും വേണ്ടത്ര അറിയില്ല. അപ്പോൾ ചിട്ടിക്കകത്ത് ചേർന്ന് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ചിട്ടി ചേരാം. ഓൺലൈനായിട്ട് തന്നെ പണം അടച്ച് മാസം തോറും നേരിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് അതിലേക്ക് പോകും. ചിട്ടി പിടിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് പിടിക്കാം. പിന്നെ ചിട്ടി പിടിക്കുമ്പോൾ സാങ്കേതിക ക്രമത്തിൽ മാത്രമേ ഉള്ളൂ നേരിട്ട് ഉള്ള കാര്യങ്ങൾ പോകേണ്ടത്. അതുകൊണ്ടെങ്കിൽ ചിട്ടി പിടിച്ചിട്ട് ആ പണം തന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക, അതിൽ നിന്ന് തന്നെ ഈ പണം ആദ്യം അടഞ്ഞോളും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് വേണ്ടത്ര പ്രചരണത്തിലേക്ക് വരാത്ത സ്ഥലങ്ങളുണ്ട്. അത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് സാധ്യതയുള്ളതും എന്നാൽ വേണ്ടത്ര കുറച്ചുകൂടി
ചിട്ടിയുടെ പ്രവർത്തനം കൂടുതൽ നടക്കാത്ത ഒരു ഗൾഫ് മേഖല. നമ്മൾ 121 രാജ്യമുണ്ട് എന്ന് പറയുമ്പോഴും ഈ 121 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിട്ടി ചേരുകയും കൂടുതൽ ആളുകൾ നമ്പറുള്ളതും ദൈനംദിന അടിസ്ഥാനത്തിൽ നാടുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നതും കൂടുതലും ഗൾഫ് മേഖലയിലാണ്. ആ ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ജോലിയെടുക്കുന്ന ഇടത്തരക്കാരും തൊഴിലാളികളും വ്യാപാരികളും എല്ലാം ഉള്ള സ്ഥലമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ വേണ്ടത്ര വ്യാപനം ഇതിന് വന്നിട്ടില്ല. അത് വേണ്ടത്ര ഈ കാര്യത്തെപ്പറ്റി അറിയുന്നതിൻ്റെ ഉള്ളൊരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അത് ആളുകളുടെ അടുത്തേക്ക് എത്താനായിട്ട് പ്രവാസി സമൂഹത്തിൻ്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ പ്രവാസി ചിട്ടിയുടെ ക്യാമ്പയിനായിട്ട് നമ്മൾ സൗദിക്കൊരു പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് 3 ദിവസം 3 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സൗദി അറേബ്യയുടെ വലുപ്പം അതിൻ്റെ പിന്നെ പ്രാധാന്യവും അതിനകത്ത് യാത്ര ചെയ്യാനുള്ള ദൂരവും ഒക്കെ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായി അറിയാം. ഇന്ത്യയുടെ 1/2 സ്ഥലമുള്ള വളരെ വിപുലമായ ഒരു രാജ്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിലാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പോൾ ആകെയുള്ള പ്രവാസി ചിട്ടിയുടെ 10% ഇപ്പോൾ സൗദിയിൽ നിന്നുള്ളൂ. പക്ഷെ ഇവിടെ കൂടുതൽ ആളും എല്ലാം ഉള്ളതുകൊണ്ട് കൂടുതൽ നമുക്ക് വ്യാപിപ്പിക്കാം. ആളുകളെ സംബന്ധിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ പറ്റാത്തവരും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബന്ധമില്ലാത്തവർക്കും അവർക്ക് ഇപ്പോൾ ഈ ഫിൻടെക് എന്ന് പറയുന്ന ഏറ്റവും ആധുനികമായ സാധനം എല്ലാം പിന്നെ വിവിധ കമ്പനികളുടെ ഓൺലൈൻ അതേപോലുള്ള റോഡിൽ കൂടി പോകാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം ചെയ്യുന്നത് ഫണ്ടിങ്ങിന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു മോഡൽ എന്ന നിലയിൽ സോഴ്സ് എന്ന നിലയിൽ കിഫ്ബിയാണ്. ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് ഈ ഫണ്ട് സഹായിക്കും. നിക്ഷേപിക്കുന്ന ആൾക്ക് സമ്പാദ്യമാവും, അവർക്ക് ഒരുപാട് റിട്ടേൺ കിട്ടും, നാടിന് വലിയ പുരോഗതി. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ നമ്മുടെ നാട് 30 വർഷം മുമ്പ് നിക്ഷേപം നടത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ചില അഭിപ്രായങ്ങൾ ചില വലിയ ബിസിനസ്സുകാരുടെ ഭാഗത്തുനിന്ന് പിന്നെ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അത്രയും വലിയ മാറ്റം നമ്മുടെ നാട്ടിലും വികസനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനകത്തെല്ലാം പങ്കാളിയാവാനും അവനവൻ്റെ കാര്യത്തിൽ ഈ ഡെവലപ്മെൻറ്റിനകത്ത് നല്ലതുപോലെ വരും. സമ്പാദ്യം ചിലവായി പോകുന്ന പൈസ ഒരു മാസം ഒരു 100 അല്ലെങ്കിൽ 200 ഇവിടുത്തെ പിന്നെ സൗദി റിയാൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അങ്ങ് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യമാണ്. ആ സമയത്ത് അത് ചെയ്തു പോയാൽ നടക്കും, അതിൽ കൂടുതൽ ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള പദ്ധതിയായിട്ടാണ് വന്നേക്കുന്നത്. അതിനകത്ത് നല്ല വികസനം, നല്ല ഒരു പ്രൊമോഷൻ വേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. നിങ്ങളും പത്രപ്രവർത്തകർ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ സഹായവും ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടുന്ന് വരുമ്പോൾ ഇവിടെ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ഈ ചുറ്റുപാടുള്ള രാജ്യങ്ങളിലും ഇവരുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ ഇപ്പോൾ ഓൺലൈൻ എന്ന നിലയിലായി. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഒരു വാർത്ത ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന ഇവിടെ മാത്രമല്ല, അതത് വീടുകളിലേക്കും എത്തും. സൗദിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളുടെയും അല്ലാത്തവരുടെയും വീടുകളിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നവരാണ് നിങ്ങൾ, നാട്ടിലേക്ക് എത്തിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്തുണയും സഹായം ഉണ്ടാവണം. നിങ്ങൾക്കും ഈ നല്ലൊരു സമ്പാദ്യ പരിപാടി എന്ന നിലയിൽ ഇതിനകത്ത് ചേർന്ന് ഇതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ എടുക്കാനും പറ്റും. അപ്പം അങ്ങനൊരു വലിയ പിന്തുണ സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നമുക്ക് ഈ KSFE എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ വർഷം അടുത്ത വർഷം ആകുമ്പോഴേക്കും 1 ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവറിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ ടേൺ ഓവർ 87,000 കോടിയാണ്. 1 ലക്ഷം കോടിയുടെ ടേൺ ഓവറിലേക്ക് എത്തും. അത്രയും നന്നായിട്ട് ഈ കാര്യങ്ങൾ നടക്കുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പിന്തുണയും പ്രൊമോഷനും എല്ലാം ഉണ്ടാവണം. പിന്നെ മലയാളികളുടെ പൊതുവായ കേരളത്തിൻ്റെ പൊതുവായ വികസന കാര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതാണ് ഇതെല്ലാം. ആ പൊതുവായ വികസന കാര്യത്തിൽ കേരളത്തിൻ്റെ തൊഴിൽ മേഖല, കേരളത്തിനകത്തെ വികസനം, കേരളത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വ്യവസായ സാധ്യതകൾ, വാണിജ്യ സാധ്യതകളെല്ലാം നന്നായിട്ട് ഉപയോഗിക്കാനുള്ള കൂടുതൽ ആളുകളെ ഇവിടെ നിക്ഷേപം ധാരാളം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ സാധ്യത ചൂണ്ടിക്കാണിച്ച് കൊണ്ടുവരാൻ, എല്ലാ മേഖലയിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇതിൻ്റെ ഭാഗമായിട്ട് ചില പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സെഷനിൽ വെച്ച് പുതിയൊരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ പിന്നെ സോഫ്റ്റ്വെയറെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് KSFE ഡിയോ എന്ന് പറയുന്ന ഡിയോ 2 നിക്ഷേപമാവാം ചിട്ടിയാവാം എന്ന് പറയുന്നൊരു പദ്ധതി ഉൾപ്പെടെ ഇപ്പം അതിൻ്റെ ആ അടുത്ത സെഷനിൽ വെച്ച് അതിനെപ്പറ്റി വിശദമായിട്ട് പറയും. അതും ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് എടുത്ത് ചിട്ടിയായിട്ട് പോകുന്ന ഒരു പദ്ധതിയാണ്. ഡെപ്പോസിറ്റിൻ്റെ ഗുണവും കിട്ടും, അതിൻ്റെ കിട്ടേണ്ട റിട്ടേൺ കിട്ടും, അത് ചിട്ടിയിലേക്ക് ഒരു പ്രൊഡക്റ്റായിട്ട് വരും. അങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 1100 കോടി രൂപയാണ് ഈ വർഷം ഞങ്ങൾ ടാർഗറ്റ് ഇട്ടിട്ടുള്ള ചിട്ടി പുതിയതായി ചേർക്കാൻ. അതെല്ലാം നമുക്ക് മാർച്ച് മാസത്തേക്കാണ് ഞങ്ങൾ ടാർഗറ്റ് ഇടുന്നത്. ഡിസംബർ ആകുമ്പോഴത്തേക്ക് അത് ആ ചിട്ടി പൂർണ്ണമാകും. ഇനി ചില കേസുകളിൽ വരും, അതിൻ്റെ കൃത്യമായ ഡോക്യുമെൻറ്റും മറ്റും കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ വരും. ഭൂമിയും മറ്റും ആണ് ഈട് കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഇൻകം റാൻഡ് സർട്ടിഫിക്കറ്റുമായി
ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടെന്നുള്ളതല്ല അത്. പക്ഷേ അതെല്ലാം ഇപ്പോൾ പരിഹരിക്കുന്നതിനുള്ള വലിയ സാധ്യതകളുണ്ട്. ഒന്ന്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായും അത് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഞങ്ങളും ഇതിൽ വലിയ തോതിലുള്ള ഇടപെടൽ പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതെല്ലാം മാനുവലായിരുന്നു. അത് മാറി ഇപ്പം സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളായി. പിന്നീട് എല്ലാ ശാഖകളിലും അഡ്വക്കേറ്റ്സിനെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സഹായത്തോടു കൂടി കഴിയാവുന്നിടത്തോളം ഇത്തരം പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ചിട്ടി പിടിച്ചാൽ 1 മാസം കഴിഞ്ഞാൽ ഉടൻ പൈസ കൊടുക്കുക എന്നുള്ളതിൽ ഒരു പരാതിയും ഇപ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഞങ്ങൾക്ക് ചിട്ടി പിടിച്ചു അവരുടെ ഡോക്യുമെൻറ്റും മറ്റ് കാര്യങ്ങളും കൃത്യതയോടുകൂടി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിട്ടി എന്നാണോ പിടിച്ചത് അത് കഴിഞ്ഞ് 30 ദിവസത്തെ കഴിയുമ്പോൾ തന്നെ അവർക്ക് പൈസ കിട്ടുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ട്. ഏതെങ്കിലും ഒരു, പ്രത്യേകിച്ച് ഈ നവമാധ്യമങ്ങളെല്ലാം വന്ന ഒരു ഘട്ടത്തിൽ ഒരു കേസ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം അങ്ങനെ ഒരു സംവിധാനം കൂടി കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഏജന്റന്മാർ അവിടെ പ്രവർത്തിക്കുന്നത്. അതേപോലുള്ള ഒരു സംവിധാനം എങ്ങനെ ഇവിടെ കൊണ്ടുവരാനാവും എന്നുള്ളത് ഞങ്ങളുടെ പരിശോധനയിലുള്ളതാണ്. അതും ഞങ്ങൾ ഈ യാത്രയിൽ ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ ഇതിൽ വരണം എന്ന് ഞങ്ങൾ നിർബന്ധിച്ചത്. തിരക്കിനിടയിലും ഇത്രയും ദിവസം ഞങ്ങളിവിടെ നിന്നിട്ട് ഈ കാര്യങ്ങളുടെ ഇൻട്രാക്ഷൻ നടത്താൻ തീരുമാനിച്ചത്. ഇതിലാണെന്ന് മാത്രമല്ല, ബാക്കി അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് നമുക്ക് 700ഓളം ബ്രാഞ്ച് ഉണ്ട്. പ്രവാസി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി ചിട്ടി മൊത്തം നോക്കുന്ന ഓരോ ഓഫീസിൽ നിന്നാണ്. അവിടുത്തെ 2-3 ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതിനകത്ത് ഈ ചിട്ടി ഇന്ത്യയിൽ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ശാരദ ചിട്ടി ഫണ്ട് സ്കാം. ശാരദ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി ബംഗാളിലെ. കേരളത്തിനകത്ത് തന്നെ 10,000-3000 കോടിയായിട്ടൊക്കെ, ഞാൻ കമ്പനികളുടെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ട് വന്നിട്ട്, 10,000-3000 കോടി ചിട്ടിയായിട്ട് കളക്ട് ചെയ്തിട്ട് ചിട്ടിയും ബാങ്കും നടത്തിയിട്ട് പോയ സ്ഥാപനങ്ങളുണ്ട്. അതിനായിട്ട് പ്രത്യേക ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് തന്നെയുണ്ട്. ഈ ചിട്ടി ഇതുപോലെ തട്ടിപ്പ്, സാമ്പത്തിക കാര്യങ്ങൾ തട്ടിപ്പുണ്ടായതിന് ബഡ്സ് ആക്ട് അനുസരിച്ച് ഇപ്പോൾ ഒരു പുതിയ കോടതി തന്നെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. കാര്യം അത്രയ്ക്ക് കേസ് വരിക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പോപ്പുലർ ചിട്ടി ഫണ്ടിൻ്റെ പുതിയൊരു കോടതി തന്നെ സ്ഥാപിക്കേണ്ടി വരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമമുണ്ട്. അങ്ങനെ വരുന്ന തരത്തിലേക്കുള്ള ചിട്ടി തട്ടിപ്പുകളും സാമ്പത്തിക കാര്യങ്ങളും, ഓൺലൈനായിട്ട് പണം മേടിച്ചിട്ട് തട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം പല ഏജൻസി ഉണ്ട് എന്ന് മാത്രമല്ല, ധാരാളം ഈ പൊതുമേഖലാ ചിട്ടി സ്ഥാപനം കേരളത്തിലേ ഉള്ളൂ ഇത്രയും വിപുലമായിട്ടുള്ളത്. മറ്റു പല സ്ഥലങ്ങളിലും ഇങ്ങനല്ല. അപ്പോൾ അവരുടെ എല്ലാം പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഒറ്റ ഫോണിൽ കൂടെ ഒന്ന് അടിച്ചാൽ മതി, പൈസ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ പലതും. നിങ്ങൾക്ക് വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ എൻ്റെ ഫോണിൽ ഇഷ്ടംപോലെ മെസ്സേജ് വരും. നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, വരും. എന്നിട്ട് ചുമ്മാതാരും തരില്ല, ഒരു ചെക്ക് വല്ലതും കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ നിന്ന് എടുക്കുന്നല്ലാതെ സർഫാസി ആക്ട് അനുസരിച്ചിട്ട് ലോൺ എടുത്താൽ തന്നെ നേരെ ജപ്തിയായ എത്ര പ്രവാസികളുടെ ഉൾപ്പെടെ വീടുകളുണ്ട്. എനിക്കിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അറിയാം, ധാരാളം ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ഉൾപ്പെടെ പല സ്വകാര്യ ബാങ്കിന്റെ ഉൾപ്പെടെ പണം എടുത്തിട്ട് ഡിഫാൾട്ടായിട്ട് വീട് അറ്റാച്ച് ചെയ്യാൻ പോകുന്ന ധാരാളം കേസ് വരാറുണ്ട്. ധനകാര്യ വകുപ്പിനും ഗവൺമെന്റ് എല്ലാം നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഞങ്ങളത് ഇങ്ങനെ പരമാവധി ആളുകൾ ഉപദ്രവിക്കാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനത്തെ സംവിധാനങ്ങളുള്ളതല്ല ഇവിടെ. ആ ഒരു വശം കാണാത്തോണ്ട്. ഇപ്പോൾ ഇന്നലെ കൊല്ലത്തൊരു വലിയ മാർച്ച് ഉണ്ടായിരുന്നു, കശുവണ്ടി മുതലാളിമാരുടെ. തൊഴിലാളികളും അതിന് കൂടെ സഹകരിച്ചു. കാരണം എന്താ, ജപ്തി ഫാക്ടറികളും വലിയ ഇടയ്ക്ക് കോവിഡ് വന്ന സമയത്തേക്കുള്ളതാണ്. ഗവൺമെന്റ് ഇടപെട്ടിട്ട് വലിയ തോതിൽ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി കൊടുത്തു. എന്നിട്ടും ജപ്തിയുടെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ സ്വകാര്യ മേഖലയിൽ വരും. അവർ പണം കൊടുത്തിട്ടായിരിക്കും. എന്നാലും മനുഷ്യത്വരഹിതമായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള സമീപനം ഗവൺമെന്റ് പറയാറുണ്ട്. അപ്പോൾ ചെറിയ ചിട്ടി മുതൽ വലിയ ചിട്ടി വരെ നടത്തുന്ന അല്ലെങ്കിൽ ധനകാര്യ നിക്ഷേപം നടത്തുന്ന സ്ഥാപനങ്ങൾ പലപ്പോഴും പറയും, ഇത് കണ്ടില്ല അവിടെ പോയാൽ എത്ര ബുദ്ധിമുട്ടാണ്. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ രേഖ കൊടുക്കാതെ കിട്ടുമോ? ചിട്ടിയിൽ വലിയൊരു തുക പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രേഖ വേണം. അത് ഏറ്റവും സാലറി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അവർ കൊടുക്കും. കാരണം സാലറി സർട്ടിഫിക്കറ്റ് ആളുകളിൽ നിന്ന് നേരിട്ട് മേടിക്കാമല്ലോ. അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലാവുമ്പം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മേഖലയിലുള്ള ശമ്പളത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കിട്ടുകയാണെങ്കിലുള്ള സാലറി സർട്ടിഫിക്കറ്റ് അല്ലാതെ വരുവാണെങ്കിൽ അതിനുള്ള ആസ്തി കൊടുക്കണം. ഈ ഒരു കാര്യം കൊടുക്കേണ്ടി വരും, എവിടെയും വരും. ഇനിയിപ്പോൾ സൗദിയിലല്ല, അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ലോൺ എടുക്കാൻ പോകണമെങ്കിലും ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായം പാലിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇങ്ങനെ നടക്കേണ്ടി വരുന്നു, ഇങ്ങനെ വരുന്നു. ചിട്ടി പിടിച്ചാൽ ഞങ്ങളുടെ പൈസയല്ലേ തരണ്ടേ. ചിട്ടി പിടിച്ചിട്ട് അവിടെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് വെച്ചു, ഒരു തടസ്സമില്ല.
എഫക്റ്റീവ്ലി അടയ്ക്കേണ്ട പണത്തിൻ്റെ പകുതിയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം 10,000 രൂപ അടയ്ക്കേണ്ട ഒരു ചുട്ടി പിടിച്ച് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ഡിഒ പോലുള്ള കാൽക്കുലേഷൻ അവർ പറയും. അതാണെങ്കിൽ ഒരു മാസം അടയ്ക്കേണ്ട 10,000-ന് 7,000 8,000 അടയ്ക്കേണ്ട പകരം അതിൻ്റെ പകുതി അടച്ചാൽ മതിയായിരിക്കും എന്നാണ് തോന്നുന്നത് പുതിയ സമ്പ്രദായത്തിൽ. അതിന് വേറെ തർക്കമില്ല, ആ പണം അവിടെ തന്നെ കിടക്കുകയാണ്. അല്ലാതെ പിടിക്കുന്നതിന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ അതിന് ഗ്യാരണ്ടി വേണമല്ലോ ഒരു സ്ഥാപനം നിലയിൽ. കാരണം KSFE ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ കിട്ടാക്കടത്തിൻ്റെ പ്രശ്നം വരും. അങ്ങോട്ട് എടുത്തിട്ട് തിരിച്ചടയാനുള്ള പ്രശ്നം വരും. അതും കമ്പനി തന്നെ നോക്കുന്നതാണല്ലോ, ചർച്ച ചെയ്യുന്നതാണല്ലോ. എന്ന് നിർബന്ധമേ ഇല്ല. പക്ഷേ നിങ്ങൾ ഈ ചെറിയ ചിട്ടിയൊന്നുമല്ല, ഇപ്പം 1 കോടിയുടെയും 2 കോടിയുടെയും ഒക്കെ ചിട്ടിയുണ്ട്. 50 ലക്ഷത്തിന് 20 ലക്ഷത്തിന് വലുതൊക്കെ ഉണ്ട്. 3, 4, 5 നമ്പർ പിടിക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ 4-5 ചിട്ടി ചേരുന്നുണ്ട്. പുല്ലു ബ്രാഞ്ചിൽ നിന്നാണ്, ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരാളാണ്, പുല്ലു ബ്രാഞ്ചിൽ നിന്നാണ്. അങ്ങനെയൊക്കെ പല ചിട്ടിയും ചേരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും തുക വരുമ്പോൾ ആ ചിട്ടിക്കുള്ള എന്തെങ്കിലും പിടിക്കുന്നതിനുള്ള രേഖ കൊടുക്കണമെന്നുള്ളതല്ലാതെ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ചിട്ടിയുടെ പേരിൽ ആ പറയുന്ന ഇല്ല. പക്ഷേ സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ് ഞാനും കണ്ടു. ഇടയ്ക്കൊരു സോഷ്യൽ മീഡിയ ഒരു ബ്രാഞ്ചിൽ പോയിട്ട് എടുത്തിട്ട് അയാൾ എടുത്തിട്ടേക്കോ. അപ്പോൾ ഈ ഇടയ്ക്ക് വന്നു KSFE എപ്പോഴും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നേരെ നെഗറ്റീവായിട്ടൊരു ക്യാമ്പയിൻ നടത്തുന്ന ഒരു കാര്യം വരുമ്പോൾ ഇങ്ങനെ വരുന്നു. അത് വെറുതെ നിഷ്കളങ്കമായിട്ട് വരുന്നൊരു ക്യാമ്പയിൻ ആണെന്നും ആലോചിക്കേണ്ടതുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇതല്ലാതെ വലിയ മോശമായ കാര്യം കാണിക്കുന്ന മറ്റു സ്ഥാപനങ്ങൾ നേരെ വരുന്നില്ലല്ലോ. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ വലിയ തോതിൽ ഇപ്പോൾ 50 കോടി വയനാട് അല്ല ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ KSFE ചെയ്യുന്ന പൊതുവായ കാര്യങ്ങൾ ധാരാളം ഉണ്ട്. ഇപ്പൊ നേരത്തെ CSRന്റെ ഫണ്ട് പറഞ്ഞു. ഇപ്പോ ഈ നിയമങ്ങളാണ്. ഇല്ല, ഇത് NRO അക്കൗണ്ടുകളുടെ ട്രാൻസാക്ഷൻസ് മാത്രമേ ഞങ്ങൾ ചെയ്യൂ. NRI നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അല്ല, ഈ അടച്ച പണം കിട്ടുമോ എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, തൊഴിലിന്റെ കാര്യത്തിനകത്ത് കേരളത്തിനകത്തും ചുറ്റിച്ചേർന്നേക്കുന്നത് ആകെ കേരളത്തിൽ ഇത്ര ആളുകളുള്ളതിൽ 5.25 ലക്ഷം പേരല്ലേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ളൂ. ബാക്കിയെല്ലാം വിവിധ മേഖല ജോലി ചെയ്യുന്നവരല്ലേ. അവരെല്ലാം ഈ കാര്യത്തെ ചേരുകയും അടയ്ക്കുകയും ചെയ്യുന്നില്ലേ. പ്രവാസികളായിട്ട് ഇവിടുന്നുള്ള തുക അല്ലാതെ അടയ്ക്കുകയും അല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നം വരും. എന്തായാലും അവർക്ക് അത് തുടരാൻ പറ്റും. അല്ലെങ്കിൽ ഈ പണം അവർ അടച്ച പണം നഷ്ടപ്പെടാതിരിക്കുക. ഈ 2 കാര്യമാണല്ലോ സാധാരണ ഇത് ചെയ്യേണ്ടത്. ഇത്ര അടച്ചു, ഇനി കിട്ടില്ല, അടച്ചതും പോയി, അങ്ങനെ വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെ ലാർജർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കാര്യത്തിലല്ല. ഇപ്പം ഈ തൊഴിൽ മേഖലയിലൊക്കെ ധാരാളം ആളുകൾ ഇവിടുന്ന് പോയിട്ട് അവിടെ പുതിയ തൊഴിലെടുക്കുകയും പുതിയ ബിസിനസ് അവസരങ്ങൾ വരികയും നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അതിപ്പോൾ ഈ ചിട്ടിയുടെ ഒരു പരിമിതിക്കകത്തുനിന്ന് പറയേണ്ടതല്ല. പക്ഷേ ലോകത്ത് വരുന്ന മാറ്റം, ഇവിടെ 2030 അവരുടെ പുതിയ പദ്ധതികളൊക്കെ വരുന്ന പോലെ കേരളത്തിനും സെൽഫ് റിലയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു ഗ്രോത്ത്, നമ്മുടെ ടൂറിസത്തിൻ്റെയും സർവീസ് സെക്ടറിൻ്റെയും ഗ്രോത്ത് നല്ലതുപോലെ വരുന്നുണ്ട്. ആ വ്യത്യാസവും കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കേരളത്തിനെ കുറച്ചുകൂടി എംപ്ലോയ്മെൻറ്റ് കൂടുതൽ കിട്ടുന്ന, വരുമാനം കിട്ടുന്ന സ്ഥലമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാം ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്ന സ്ഥിതി തന്നെയാണ് നമ്മുടെ നാട് പോകുന്നത്. നേരത്തെയും പോസിറ്റീവാണ്, ഇപ്പോൾ കൂടുതൽ പുറത്തേക്ക് പോകാല്ല, അവിടെ തന്നെയും കൂടെ കാര്യങ്ങൾ ചെയ്യാവുന്ന തരത്തിലേക്കുള്ള പോസിറ്റീവായ കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത് വിഴിഞ്ഞത്തിൻ്റെ കാര്യം. വിഴിഞ്ഞം എൻ്റയർ മിഡിൽ ഈസ്റ്റിലുള്ളതിനേക്കാളും ലോകത്ത് പലയിടത്തുള്ളതിനേക്കാളും ഏറ്റവും വലിയ പോർട്ടാണ്. അതുകൊണ്ട് ആ വിഴിഞ്ഞം എന്ന് പറയുന്നത് പ്രധാനമായി ടാർഗറ്റ് ചെയ്ത് പല ബിസിനസ് ഗ്രൂപ്പുകളും വരുന്നു. കഴിഞ്ഞ ദമാമിലെ മീറ്റിങ്ങിൽ അവിടെ ചില ആളുകൾ വന്ന് പറഞ്ഞതാണ് അവർക്ക് ജോയിൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ച് ഈ ലോജിസ്റ്റിക്സ് ഒക്കെ പറ്റുന്ന നമ്മുടെ ആളുകൾ അവിടെ ചോദിച്ചതാണ്. കാരണം ഇവിടെയും അത്തരം ചോദ്യങ്ങൾ വരുമായിരിക്കും. ഇതൊരു ചുറ്റി മാത്രമല്ല, കേരളത്തിലെ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വേദി കൂടിയായിരിക്കുമല്ലോ.